ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് കാണാം. അല്ലാഹു അവനെ സ്വന്തത്തെ പറ്റി അവന്റെ ദാത്തിനെ പരിചയപ്പെടുത്തുകയാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്. അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നതായ അല്ലാഹു അവൻ ബറക്കത്തുള്ളവനാണ്, പരിശുദ്ധനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു അവനെ പരിചയപ്പെടുത്തുന്നത് തന്നെ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്. അല്ലാഹു ആരാണ്? ബറക്കത്തുള്ളവരാണ്. ആ ബറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. തീർന്നില്ല. അല്ലാഹുവിന് എത്ര നാമങ്ങളുണ്ട്? എത്ര നാമങ്ങളുണ്ട്? 99 മഹത്തായ ശ്രേഷ്ഠമായ നാമങ്ങളുണ്ട്. قال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്ന ലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ. സ്വഹാബത്തെ അല്ലാഹുവിന്റെ മഹത്തായ 99 നാമങ്ങളുണ്ട് സഹാബ. ഫമൻ ഹസാഹാ ദഖലൽ ജന്ന. ആരൊരുവൻ മഹത്തായ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്യുന്നുണ്ടോ, അതനുസരിച്ച് അമൽ ചെയ്യുന്നുണ്ടോ, അവൻ തീർച്ചയായും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമേ. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചവൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ഒരു മാർഗം അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്യാം. ആർക്കായി സദസ്സിൽ അറിയാവുന്നവരൊന്ന് കൈയുയർത്തിക്കുക. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഉണ്ടോ? 1, 2 പേര്, 3, 4, 5 പേര്. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ബാക്കിയുള്ളവരൊക്കെ പഠിക്കണം. ഇപ്പൊ ഈ സദസ്സിൽ ഇരിക്കുന്നവരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഈ നാട്ടിലുള്ളവർക്ക്, ഈ നാട്ടുകാരെ തിരിച്ചറിയൂലേ? അറിയുമല്ലോ. പറയും, നിങ്ങൾ എല്ലാവരുടെയും പേര് പറയും. ഇത് ഹസനാജിയാണ്, അത് ഖാദിറാജിയാണ്, അത് മാറൂഫ് ദാരിമിയാണ്, അത് ഡോക്ടർ അബ്ദുറഹ്മാനാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് നിങ്ങൾ ഇങ്ങനെ പറയും. ഇത് അബ്ദുള്ളയാണ്, ഇങ്ങനെ പറയും. എല്ലാവരുടെയും പേര് വ്യക്തമായിട്ട് പറയും. ഒരാളുടെയും പേര് പറയാതിരിക്കൂല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 100 അല്ല, 150 അല്ല, 1000 പേരുടെ പേര് വരെ ഇവിടെ ഹിഫ്ള് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നാട്ടുകാരുടെ പേരാണ്. അള്ളാഹ്ക്ക് 99 പേരേ ഉള്ളൂ. അത് നമുക്കറിയില്ല. ഭയങ്കര പേരാണ്. അറബിയുള്ള പേര് പോലെ 1.5 പേജ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. 2 വരിയുണ്ടോ? ഇല്ല. ചെറിയ ചെറിയ പേര് ഖുർആനിൽ അള്ളാഹു പറയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. എത്ര നല്ല മനോഹരമായ ചെറിയ ചെറിയ നാമങ്ങളാണ് അല്ലാഹുവിന്റെ. هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد. അല്ലാഹുവിന്റെ നാമങ്ങളാണ് മജീദ്. എത്ര നല്ല ശ്രേഷ്ഠമായ നാമങ്ങളാണ്.
99 നാമങ്ങളേ ഉള്ളൂ. 99 നാമങ്ങളേ ഉള്ളൂ. ഇന്നലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദ ഫമൻ ഹസാഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ മനപ്പാഠമാക്കി വെക്കുന്നവരെ നിങ്ങൾക്ക് സ്വർഗ്ഗം പുൽകാൻ സാധിക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഭാവിക്കര മഖാം റൂസിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്ത് എത്രയോ രാഷ്ട്രീയക്കാരുണ്ട്, എത്രയോ തമ്പുരാക്കന്മാരുണ്ട്, എത്രയോ സിനിമാ നടന്മാരുണ്ട്, നടിമാരുണ്ട്, എത്രയോ പന്ത് കളിക്കാരുണ്ട്, ക്രിക്കറ്റ് കളിക്കാരുണ്ട്, ഫുട്ബോൾ കളിക്കാരുണ്ട്. അവരുടെ പേരുകൾ വളരെ ഈസിയായി പഠിച്ചു വെച്ചവരെ, അവരുടെ കുടുംബങ്ങളെ കുറിച്ച് അറിയുന്നവരെ, അവരുടെ സ്ഥലങ്ങളെ കുറിച്ച്, അവർ ജനിച്ചതാകുന്ന വർഷങ്ങളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള മുസ്ലിമേ, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയാകുന്ന സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ 99 നാമങ്ങൾ ശ്രേഷ്ഠമായ ചെറിയ ചെറിയ നാമങ്ങളാണ്. അതൊന്ന് ഹിഫ്ള് ചെയ്തു വെക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്ത് മുസ്ലിമാണ്, പിന്നെന്ത് സുന്നിയാണ്? ഈ വർഷം ഇപ്പൊ ഭരിക്കുന്നതാകുന്ന രാഷ്ട്രീയക്കാരുടെ പേരുകൾ പറയാൻ പറഞ്ഞാൽ പറയും. ഇതിനു മുമ്പ് UDF-ന്റെ കാലഘട്ടത്തിൽ ആരായിരുന്നു? ഇപ്പൊ നിലവിലുള്ളതാകുന്ന നിങ്ങളുടെ നാട്ടിലെ MLA ആരാണ്? പഞ്ചായത്ത് മെമ്പർ ആരാ? പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? കൗൺസിലർ ആരാ? എല്ലാം വിളിച്ചു പറയും. എല്ലാ പേരും നമുക്കറിയാം. പക്ഷെ അള്ളാഹുവിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല, താല്പര്യമില്ല. ദിവസം ഒരു 10 പേജ് വെച്ച് പഠിച്ചാൽ 10 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങ് പഠിക്കും. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കൂലേ? ഉറക്കെ പറയും, പോരല്ലോ, ഒരു കട്ടി പറയും, ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല ഒരു തീരുമാനമാണ് നിങ്ങൾ റജബിൽ എടുത്തിരിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന എല്ലാ ചെറിയ ഏടുകളിലും ഉണ്ട്. ഒരു 10 പേജ് വെച്ച് ഇൻഷാ അല്ലാഹ് പഠിക്കാം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാർ യാ മുതകബ്ബിറു യാ ഖാലിഖ് യാ ബാരിഉ യാ മുസവ്വിറു യാ ഗഫാറു യാ ഖഹാർ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ കാണാതെ പഠിച്ചാൽ സ്വർഗ്ഗമുണ്ട് സഹോദര, സ്വർഗ്ഗമുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല. ആ പേരുകൾ വെച്ചുകൊണ്ട് ദുആ ചെയ്താലോ സുബ്ഹാനല്ലാഹ്, ദുആയിന് ഇജാബത്താണ്. എത്രയോ സഹോദര സഹോദരിമാരാണ് സങ്കടം പറയാറുള്ളത്. ഉസ്താദേ, ഞാൻ ദിക്ർ ചെല്ലുന്നവളാണ്, ഞാൻ റൂഹേ ബയാൻ മജ്ലിസിൽ പങ്കെടുക്കുന്നവളാണ്, ഞാൻ ഖുർആൻ ഓതുന്നവളാണ്, ഞാൻ സ്വലാത്ത് അധികരിപ്പിക്കുന്നവളാണ്, ഞാൻ ലാ ഹൗല ചെല്ലുന്നവളാണ്. പക്ഷേ എന്നെ ചില കാര്യങ്ങൾക്ക് തടസ്സമുണ്ടെന്ന് പറയുന്നവരെ, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്തിട്ട് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്തു നോക്കണേ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിൻ്റെതാകുന്ന അതിശ്രേഷ്ഠമാകുന്ന 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്തുകൊണ്ട് പടച്ചറബിനോട് കരമുയർത്തി ദുആ ചെയ്താൽ അല്ലാഹു ദുആഇന് ഉത്തരം നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അറുതി വരുകയാണ്. നിന്റെ എല്ലാ കടക്കണികളിൽ നിന്നും പ്രയാസം നിനക്ക് തുറച്ചു നൽകുകയാണ്. സാമ്പത്തികമാകുന്ന ഭദ്രത അല്ലാഹു നൽകുകയാണ്. സാലിഹായ മക്കളെ അല്ലാഹു സമ്മാനിക്കുകയാ. എന്ത് വേണം സഹോദര, എന്ത് വേണം സഹോദരി? അല്ലാഹുവിന്റെ നാമങ്ങൾ ഹിഫ്ള് ചെയ്തുകൊണ്ട് അവനിലേക്കൊന്ന് കരമുയർത്തണേ. വിളിച്ചിട്ടൊന്ന് ദുആ ചെയ്തു നോക്കി, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനാണ് ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ആ പേര് വിളിച്ചിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. മാഷാ അല്ലാഹ്, ഇന്ന് വരെ ദുആ ചെയ്തിട്ടില്ല. ഇക്കാലം അത്രയും 60ഉം 70ഉം വയസ്സെത്തിയിട്ട് ഇക്കാലം അത്രയും നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ഓതി ദുആ ചെയ്തിട്ടില്ല. ചെയ്തു നോക്കിൻ സഹോദരങ്ങളെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് അറുതി കിട്ടും. അപ്പൊ അസ്മാഉൽ ഹുസ്ന ഹിഫ്ള് ചെയ്താൽ സ്വർഗ്ഗം, അസ്മാഉൽ ഹുസ്ന വെച്ച് ദുആ ചെയ്താൽ ഇജാബത്ത്. എന്തുകൊണ്ട്? അതാണ് നമ്മുടെ വിഷയം. എന്താ വിഷയം? ഈ നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണെന്ന് ഖുർആൻ. അല്ലാഹു ബറക്കത്തുടയവനാണ്. ആയത്ത് നമ്മൾ ഓതി.
ഈ നാമങ്ങളെല്ലാം ബറക്കത്താണ്. സൂറത്തുർ റഹ്മാൻ, അർ റഹ്മാൻ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത്. തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. നിന്റെ റബ്ബിന്റെ മഹത്തമാകുന്ന നാമമാണ്, ബറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും ബറക്കത്തുള്ള നാമങ്ങളാണ്. അപ്പൊ അല്ലാഹു അവൻ തന്നെ അവന്റെ ദാത്തിനെ പരിചയപ്പെടുത്തി, അവനെ തന്നെ പരിചയപ്പെടുത്തിയത് എന്താണ്? ബറക്കത്തുള്ളവനാണ്. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ ആയത്ത്. സൂറത്തുർ റഹ്മാനിൽ അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഈ മഹത്താകുന്ന പേരുകളെല്ലാം ചേർത്ത് നിങ്ങൾ ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടും. എന്താ കാരണം? അല്ലാഹുവിൻ്റെതാകുന്ന നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ഹിഫ്ള് ചെയ്ത മറ്റുള്ള നാമം പോലെയല്ല, ബറക്കത്തുള്ള നാമം ഹിഫ്ള് ചെയ്തുകൊണ്ട് നിന്നെ പിടിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്താണ് ഈ നാമത്തിന് ഇത്ര പ്രത്യേകത? ബറക്കത്തുള്ള നാമമായതുകൊണ്ട് അത് മനഃപ്പാഠമാക്കിയാൽ വലിയ വിജയം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല, ശരിക്കും ശ്രദ്ധിക്കണേ. ഈ ബറക്കത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമ്പിയാക്കളിലും നിക്ഷേപിച്ചിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളിലും ഉണ്ട്. ഒരു നബി പോലും ഇല്ല ബറക്കത്തില്ലാത്ത, എല്ലാ നബിമാരും ഉണ്ട്. ഉദാഹരണത്തിന് ഒരു നബി എടുക്കും, ഈസാ നബി അലൈഹിസ്സലാം. ഖുർആൻ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ചതാകുന്ന സംസാരത്തെ അല്ലാഹു ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയാ വജഅലനി മുബാറകാ വജഅലനി മുബാറകാ ഐനമാ كنت وأوصاني بالصلاة والزكاة ما دمت حيا. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് തന്റെ ഉമ്മയാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹാ പ്രസവിച്ച് ഇട്ടപ്പോൾ ആളുകൾ വന്നുകൊണ്ട് അപവാദം പറയുകയാണ്. ജനങ്ങൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന മഹദി അവറുകളെ കുറിച്ച് അപവാദ പ്രചരണം നടത്തുകയാണ്. മറിയമേ, മറിയമേ, നീ എന്ത് പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്? നിന്റെ കുടുംബക്കാരിൽ ഒരാൾ പോലും ചെയ്യാത്ത നീചവൃത്തിയാണല്ലോ ചെയ്തത്. നിനക്ക് ഭർത്താവില്ലാതെ തന്നെ ഗർഭം ധരിച്ചല്ലോ, വ്യഭിചരിച്ചു പോയല്ലോ പെണ്ണേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഉപ്പയില്ലാതെ ഒരു കുട്ടിയെ ഈ ലോകത്തിന് സമ്മാനിക്കുകയാണ്. ഇനി ശാസ്ത്രലോകം അത്തരത്തിലുള്ള ഒരു തലത്തിലേക്ക് കടന്നു വന്നാൽ കൂടി, വാപ്പയുടെ ബീജത്തുള്ളിയില്ലാതെ കുട്ടിയെ ജനിപ്പിച്ചാൽ കൂടി, പരിശുദ്ധമായ ഖുർആൻ എക്കാലഘട്ടത്തിലും സുവ്യക്തമായി നിലകൊള്ളുകയാണ്. ശാസ്ത്രത്തെയും വിജയിച്ചുകൊണ്ട് ഖുർആൻ നേരത്തെ തന്നെ പ്രസ്താവിക്കുകയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചത് ഭർത്താവില്ലാതെയാണ്, ഉപ്പയില്ലാതെയാണ്. തന്റെ പോക്കത്തിന്റെ ഉള്ളിലൂടെ കടന്നു വന്ന ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ഊത്തങ്ങ് അല്ലാഹു നൽകുകയാണ്. ഫനഫഖനാ ഫീഹി മിൻ റൂഹിനാ, നമ്മുടെ ആത്മാവിൽ നിന്ന് പ്രിയപ്പെട്ടതാകുന്ന മറിയമിൻ്റെതാകുന്ന ഉദരത്തിലേക്ക് ഞാൻ ഒരു ഊത്ത് നൽകി എന്ന ഖുർആൻ അല്ലാഹു പറയുകയാണ്. ഗർഭവതിയാകുന്ന മഹദി അവറുകളെ കുറിച്ച് ആളുകൾ വന്നുകൊണ്ട് ആക്ഷേപം ചൊരിയുകയാണ്. മറിയമേ, നിന്റെ കുടുംബത്തിൽ ഒരാളും നടത്താത്തതാകുന്ന നീചവൃത്തിയാണല്ലോ നീ ചെയ്തു പോയിട്ടുള്ളത്. മറിയമേ, മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചിട്ടതാകുന്ന കുഞ്ഞിന്റെ മുന്നിൽ നിലകൊള്ളുമ്പോ ആ കുഞ്ഞ് ലോകത്തോട് തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ്. തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ച 4 പേരിൽ പ്രമുഖനാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, അടിമയാണ്. ആതാനിയൽ കിതാബ്, അല്ലാഹു അടുത്തിടെ തന്നെ എനിക്കൊരു കിതാബ് നൽകും. തീർന്നില്ല. വജഅലനി നബിയാ, അല്ലാഹു എന്നെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുകയാണ്. വജഅലനി മുബാറകാ,
തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയാകുന്ന ഈസാ എന്ന് പറയുന്ന പൊന്നുമോൻ പോലും പ്രവാചകൻ പോലും വിളിച്ചു പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനിൽ എടുത്തു പറയുകയാണ് വജഅലനീ മുബാറകാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ബറക്കത്തുള്ള കുട്ടിയാക്കി മാറ്റി. അതാണ് നമ്മുടെ വിഷയം. വജഅലനീ മുബാറക, എന്നെ അല്ലാഹു ബറക്കത്തുള്ളവനാക്കി മാറ്റി. ഞാൻ തൊട്ടതൊക്കെ പൊന്നാവും. അങ്ങനത്തെ വ്യക്തിയാണ് ആര്? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഇത് ഈസാ നബിക്ക് മാത്രമാണോ? അല്ല, എല്ലാ നബിമാർക്കും ഉണ്ട്. ഒരാളെ പറഞ്ഞു എന്ന് മാത്രമേ. ഖുർആൻ മുഅ്ജിസല്ലേ, പറഞ്ഞ വാക്ക് വിശാലമായ അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒരാളെ പറഞ്ഞു, ബാക്കിയുള്ളവരുടെയൊക്കെ ചരിത്രം നിങ്ങൾ പരിധിയാൽ മതി, ഒക്കെ ബറക്കത്തുള്ളവരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആണ് ഖുർആനിന്റെ പക്ഷം. പിന്നെന്തിനാ ഈസാ നബിയുടെ പറഞ്ഞത്? അത് പറയാതിരിക്കാൻ പറ്റൂല. പറയേണ്ട സാഹചര്യം വന്നു. കുട്ടി ആരുടേതാണെന്ന് ചോദ്യം വന്നു. ഇത് വിചാരത്തിലൂടെയാണെന്നൊക്കെ ഉള്ള ആക്ഷേപം വന്നു. അതുകൊണ്ട് അല്ലാഹു അത് വെളിവാക്കി കൊടുത്തു. ഞാനൊരു സാധാരണക്കാരനല്ല. വജഅലനി മുബാറകൻ, ഞാൻ പ്രവാചകനാണ്, എന്നെ ബറക്കത്തുള്ളവനാക്കി അല്ലാഹു മാറ്റി. ബറക്കത്ത്, ഭയങ്കര ബറക്കത്താണ് അമ്പിയാക്കൾ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്തിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞവത്രേ, വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ് വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ് وأنبئكم بما تأكلون وما تدخرون في بيوتكم. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ ബറക്കത്ത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വിശദീകരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്നെ സമൂഹത്തോട് പറഞ്ഞത് അല്ലാഹു ഖുർആനിലൂടെ വ്യക്തമാക്കുകയാണ്. വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ, കുഷ്ഠരോഗമുള്ള പാണ്ഡ്യരോഗമുള്ള വ്യക്തികളെ ഞാൻ ശിഫപ്പെടുത്തും. ഒന്ന് തടവിയാൽ മതി, പരിപൂർണമായ ശിഫ ലഭിക്കുകയാണ്. കുഷ്ഠരോഗവും പാണ്ടൊക്കെ പിടിച്ച, നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ സോറിയാസിസ്, മാരകമാകുന്ന രോഗങ്ങളൊക്കെ ബാധിച്ച ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തടവുകയുള്ളൂ, ഉടനെ ശിഫ. ഇത് കെട്ടുകഥയാ. ഇതാരാ പറഞ്ഞത്? ഖുർആൻ. കെട്ടുകഥയാന്ന് വിശ്വസിച്ച ആ സെക്കൻഡിൽ കാഫിർ. അല്ലാഹു കാക്കുമാറാവട്ടെ. ഈസാ നബി തന്നെ പറയാ, എനിക്ക് അല്ലാഹു നൽകിയ കഴിവ് കുഷ്ഠരോഗമുള്ളവരെയും പാണ്ഡ്യരോഗമുള്ളതാകുന്ന മാറാവ്യാധികൾ പിടിപെട്ടതാകുന്ന ആളുകൾ ജനങ്ങളെ കണ്ടാൽ അറപ്പുളവാക്കി പുറകോട്ട് മാറി നിൽക്കുമ്പോ അവരെ എന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ അവരെ ഞാൻ ചികിത്സിക്കും. ഞാനൊന്ന് തടവിയാൽ മതി. അല്ലാഹുവിന്റെ വേണ്ടുകയോടുകൂടി, പടച്ചറബ് നൽകിയ കഴിവോടുകൂടി അവർക്ക് അല്ലാഹു ശിഫ നൽകുമേ എന്ന് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ അത് കാരണം? കൈ ബറക്കത്താ, മൊത്തത്തിൽ ബറക്കത്താ. മുബാറക്ക എന്നാണ് എന്നെ കുറിച്ച് പറഞ്ഞത് തന്നെ. അല്ലാഹു ബറക്കത്താക്കപ്പെട്ട വ്യക്തിയാണ് എന്നാണ് പറഞ്ഞത്. ബറക്കത്തുള്ള വ്യക്തിയാണെന്ന് അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. വജഅലനീ മുബാറക, എന്നെ ബറക്കത്തുള്ളവനാക്കി അല്ലാഹു മാറ്റി. എന്ത് തൊട്ടാലും രക്ഷയാണ് അവർക്ക്. കാരണം നബിയാണ്, സാധാരണ വ്യക്തിയല്ല. അതുകൊണ്ട് മുഅ്ജിസത്താണ്, അമാനുഷികമായ കഴിവാണ്. തീർന്നില്ല. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ കഴിവിനെ പറ്റി അല്ലാഹു വീണ്ടും ഖുർആനിലൂടെ പറയുകയാണ്. വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്, മരണപ്പെട്ട് ജീവച്ഛവമായി കിടക്കുന്നതായ ആളുകളെ, ഖബറിൽ കിടക്കുന്നവരെ പുനർജീവിപ്പിച്ചിട്ടുണ്ട് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. മരിച്ചു കിടക്കുന്ന വ്യക്തിയെ ജീവനിട്ട് കൊടുത്തിട്ടുണ്ടാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരാൾ മരിച്ചുപോയതിന് അടുത്ത് പോയിട്ട് അവനെങ്ങനെ തട്ടി വിളിച്ചാൽ മതി. ഈസാ നബി വിളിച്ചാൽ മതി, കൈയൊന്ന് തട്ടിയിട്ട് എഴുന്നേക്കണമെന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്നവൻ എഴുന്നേക്കും. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. അതാ ഖുർആനാണ്. അതാണ് ഞാൻ ആയത്തോതി പറയുന്നത്. വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്.
പക്ഷെ ഇതൊക്കെ ആര് നൽകിയ കഴിവാ? അള്ളാഹു നൽകിയ കഴിവാണ്. അതാണ് ബിഇദ്നില്ല, പടച്ച റബ്ബിന്റെ കഴിവാണ്. അള്ളാഹു എനിക്ക് നൽകി. അതാണല്ലോ നമ്മുടെ സുന്നികളുടെ വിശ്വാസം. നമ്മൾ ഔലിയാക്കളെയും മഹാന്മാരെയും ഒക്കെ വിളിച്ച് ദുആ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ കാര്യം? മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ രക്ഷിക്കണേ എന്ന് ദുആരക്കുന്നത് എന്തുകൊണ്ടാ? അവർക്ക് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് അവർ നമ്മളെ സംരക്ഷിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. അല്ലാതെ അവർക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ നമ്മൾ കാഫിറാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളാരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരവിശ്വാസം വെച്ച് പുലർത്തുന്നുമില്ല. അവർക്ക് ആര് നൽകിയ കഴിവാണിതൊക്കെ? മഹാന്മാരെ മഹാന്മാരാക്കിയത്, ഔലിയാക്കളെ വിലായത്തിന്റെ മർത്തബയിലേക്ക് അള്ളാഹു എത്തിച്ചത്, അമ്പിയാക്കൾ അവരുടെ മുഅ്ജിസത്തിൻ്റെതാകുന്ന കഴിവിലൂടെ, അമാനുഷികമാകുന്ന കഴിവിലൂടെ നമ്മളെ സഹായിക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അള്ളാഹു നൽകിയ കഴിവ്, ആ കഴിവിലൂടെ നമ്മളെ അവർ സഹായിക്കും, ഉറപ്പാണ്. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് സുന്നത്ത് ജമാഅത്ത്. ഈ മഹാന്മാരുടെ അടുക്കൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, കാസർഗോഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നില്ലേ? ഈ ഉറൂസിനോട് ബന്ധിച്ചുകൊണ്ട് പ്രവാസ ലോകത്ത് നിന്ന് വന്ന ആളുകളില്ലേ? ഇവിടെ എത്തിയിട്ട് ദുആ ചെയ്യുന്നു, അവരുടെ പൊരുത്തം കിട്ടാൻ, മദത് കിട്ടാൻ, ഒരു ബറക്കത്ത് കിട്ടാൻ. അവരെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യുന്നു, അവരോട് നേരിട്ട് ചോദിക്കുന്നു. ഇതിന്റെയൊക്കെ ലക്ഷ്യമെന്താ? അവർക്ക് അല്ലാഹു കൊടുത്ത വലിയ സഹായമുണ്ട്, വലിയതാകുന്ന സൗരഭ്യം ആത്മീയ ലോകത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഞങ്ങളെ സഹായിക്കണേ. അതാണ് തേട്ടം. അല്ലാതെ അവർക്ക് സ്വന്തമായ ഒരു കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല നമ്മളാരും. അങ്ങനെ വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസം ഈമാൻ തെറ്റിപ്പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ അതിനാണ് ഇടയ്ക്ക് നമ്മുടെ സുന്നത്ത് ജമാഅത്തൊന്ന് സ്ഥിരപ്പെടുത്തിയതാണ്. ഇടയ്ക്കൊന്ന് അതിന്റെ ഹിക്മത്തിൽ പറഞ്ഞതാണ്. ശരിക്കും ശ്രദ്ധിക്കും. കാരണം ഈ ആയത്ത് ബേസ് ചെയ്തിട്ട് നല്ലതുപോലെ പഠിക്കാൻ പറ്റും. അതിനാണ് ഈ പറഞ്ഞത്. ഇതാ വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു. തീർന്നില്ല. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും പറയുകയാണ്, وَأُنَبِّئُكُمْ بِمَا تَأْكُلُونَ وَمَا تَدَّخِرُونَ فِي بُيُوتِكُمْ. നിങ്ങൾ കഴിച്ചതാകുന്ന വസ്തുക്കളെ മുഴുവനും നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് സ്കാൻ ചെയ്തുകൊണ്ട് പറയാനുള്ളതാകുന്ന തൗഫീഖ് അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതും ഞാൻ വിളിച്ചു പറയുമേ എന്ന് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം നബി പറഞ്ഞത്. അള്ളാഹു പറയാ, എന്താ പറഞ്ഞത്? കുലൂൻ, നിങ്ങൾ കഴിച്ചിട്ട് വരികയാണ്. അപ്പൊ ഇങ്ങനെ നോക്ക്, നമ്മൾ നോക്കിയിട്ട് പറയും, ആ അജയരെ എന്തോ കഴിച്ച പോലെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ഹത്തീബിച്ചാൽ നമ്മളൊക്കെ ചോദിക്കും. സാധുക്കളായ ആളുകൾ ചോദിക്കും. കാരണം ആ ലക്ഷണം കണ്ടിട്ട്, ക്ഷീണമൊന്നും ഇല്ലാതിരിക്കുന്നത് കണ്ടിട്ട്. പക്ഷെ കഴിച്ചിട്ടൊന്നും ഉണ്ടാവൂല. ഈസാ നബി അലൈഹി ഇസ്ലാം ആണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ചവച്ചരച്ച് തിന്ന സാധനമാണെങ്കിലും 2 പൊറോട്ടയും മുട്ടക്കറിയും വയറ്റി കിടപ്പുണ്ട്. കാര്യം തുറന്നു പറയും. ഖുർആനാണ്, ഖുർആൻ പറഞ്ഞത്. അജിയാരെ വയറ്റിൽ നെയ്ച്ചോറ് കിടപ്പുണ്ടല്ലോ, ഒരു കോഴി കിടന്ന് ഓടുന്നുണ്ടല്ലോ അജിയാരെ എന്ന് വിളിച്ചു പറയും. കഴിച്ചിട്ടുള്ളത് വിളിച്ചു പറയും. കഴിക്കാന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ചവച്ചരച്ച് തിന്ന സംഭവമാണ്. അതിങ്ങനെ വയറ്റി നോക്കിയിട്ട് സ്കാൻ ചെയ്ത് പറയാൻ കഴിവുണ്ടായിരുന്നു ആർക്ക്? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. നബിയാണ്, അല്ലാഹു കൊടുത്ത കഴിവാണ്. മാത്രമല്ല വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് വിളിച്ചു പറയും. അല്ലാഹ്. എബി അബ്ദുള്ള ഇങ്ങനെ കാണുമ്പോൾ പറയും, ആ അലമാരിയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വറാഡോ വാച്ച് ഇന്നടുത്ത് വെച്ചിട്ടുണ്ട്. അറൂഫ് ദാരിമി ഇന്ന സ്ഥലത്ത് 10,000 രൂപ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ വിളിച്ച് പറയും. ഓരോരുത്തരെ കാണുമ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് നോക്കി പറയും. ആ കഴിവൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പിരിവെടുക്കാൻ നല്ല സുഖമാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞ അജയരെ അലമാരി ഇന്ന സ്ഥലത്ത് ഇന്നടുത്ത് ഇത്ര രൂപ വെച്ചിട്ടില്ലേ? ആകെപ്പെട്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ബാങ്കിൽ ഇത്ര രൂപ വെച്ചിട്ടില്ലേ? വിളിച്ചു പറയും. കഴിവ് നിസാര കഴിവല്ല ഇത്. ഖുർആനാണ്. പൈസ മാത്രമല്ല, അരിയും ഗോതമ്പോ എന്ത് സാധനം വീട്ടിൽ വെച്ചിട്ടുണ്ടോ ഒക്കെ വിളിച്ചു പറയാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ഈസാ നബിക്കുണ്ടായിരുന്നെന്നോ വിശുദ്ധമായ ഖുർആൻ. ഇത് എല്ലാ പ്രവാചകന്മാർക്കും ഉള്ളൊരു കഴിവാണ്. ഈസാ നബിക്ക് പ്രത്യേകമായി വിഷയത്തിൽ അള്ളാഹു കൊടുത്തത് അള്ളാഹു എടുത്തു പറയാൻ. എന്താ കാരണം? വജഅലനി മുബാറക്കൻ, എന്നെ ബറക്കത്തുള്ള വ്യക്തിയാക്കി അള്ളാഹു മാറ്റി. ഇപ്പൊ പറഞ്ഞത് തൊടണമെന്നാണ് പറഞ്ഞത് അല്ലെ? ഈസാ നബി ഇങ്ങനെ തൊടണം, തല മുതൽ കാല് വരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തടകുമ്പോൾ അവന്റെ രോഗം ശിഫയാകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ചരിത്രത്തിൽ കാണാം, തൊടാതെ തന്നെ ബഹുമാനപ്പെട്ടവർ ശിഫപ്പെടുത്തിയിട്ടുണ്ട്. തൊടുന്നൊന്നുമില്ല, വന്നിങ്ങനെ നിന്നിട്ട് 2 കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഒരു സമൂഹത്തിന് ഒന്നടങ്കം രോഗം മാറ്റി കൊടുത്തു. ആര്? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. പഠിച്ചു വെക്കേണ്ട ചരിത്രമാണ്, പഠിക്കേണ്ടതാകുന്ന സംഭവമാണ്.
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. പരിശുദ്ധമാക്കപ്പെട്ടതായ ആയത്തുൽ കുർസിയുടെ ഈ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഹയ്യും ഖയ്യൂം എന്ന് പറയുന്ന വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ കൊണ്ടുവരുന്ന ഒരു ചരിത്രമുണ്ട്. പഠിച്ചു വെക്കണേ മുസ്ലിമേ മുസ്ലിമത്തെ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലയളവിൽ ജനങ്ങൾക്ക് വല്ലാതെ കുഷ്ഠരോഗം ബാധിക്കുകയാണ്. എല്ലാവർക്കും വല്ലാതെ വ്യാധി പടർന്നു വരുകയാണ്. നമ്മുടെ സമൂഹത്തിൽ കൊറോണ ബാധിച്ചതുപോലെ പഴയ കാലഘട്ടത്തിൽ 6000 സംവത്സരങ്ങൾക്ക് മുമ്പ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലയളവിൽ ബഹുമാനപ്പെട്ടവരുടെ മോചിതത്തെ വെളിവാക്കാനുള്ള അവസരം അല്ലാഹു നൽകുകയാണ്. ജനങ്ങൾ വന്നുകൊണ്ട് അവലാതിപ്പെടുകയാണ്, ഈസാ നബിയേ ഈസാ നബിയേ, ഞങ്ങൾ വല്ലാതെ വിഷമത്തിലാണ്, പ്രയാസത്തിനാ, കാരണം ഞങ്ങൾക്ക് കുഷ്ഠരോഗം ബാധിച്ചിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം അവരോട് ഒന്നടങ്കം എല്ലാവരും 2 മലകൾക്കിടയിലായി തടിച്ചുകൂടാൻ വേണ്ടി പറയുകയാണ്. ആളുകളെല്ലാം ഒരുമിച്ച് കൂടുകയാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു ഇമാം റാസി റളിയല്ലാഹു അൻഹു 70,000-ഓളം വരുന്ന ആളുകളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം ആ ജനങ്ങൾ മുഴുവനും തമ്പടിച്ചു കൂടി നിൽക്കുമ്പോ ബഹുമാനപ്പെട്ടവരെ കടന്നു ചെല്ലുകയാണ്. മലയുടെ മുകളിലേക്ക് ചെന്ന് നിന്ന് അവരുടെ മുൻവശത്ത് ചെന്നുകൊണ്ട് 2 കൈകളും ആകാശത്തിന്റെ അധിപനാകുന്ന പടച്ച റബ്ബിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ മറളാ ലാ മറളാ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അല്ലാഹുവേ, ഇവർക്ക് രോഗം വേണ്ട റബ്ബേ, രോഗം വേണ്ട അല്ലാ, നീ പരിപൂർണമായി ശിഫപ്പെടുത്തണേ അല്ലാ എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയ്ക്ക് ശിഫ കിട്ടാൻ വേണ്ടി ദുആ ചെയ്ത് തീരണ്ട താമസം പരിപൂർണമായി കുഷ്ഠരോഗം അല്ലാഹു മാറ്റിയത്രേ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു കുറിക്കുന്നു 2 കാര്യങ്ങളുണ്ട് ഇവിടെ. ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഈസാ നബി ആരാണ്? വജഅലനി മുബാറകൻ, ബറക്കത്തുള്ള വ്യക്തിയാണ്. രണ്ടാമത്തത് ഇവിടെ ദുആ ചെയ്തത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന വാക്ക് വെച്ചിട്ടാണ്. യാ ഹയ്യു യാ ഖയ്യൂം എവിടെ ഉള്ളതാ? എന്തിനുള്ള വാക്ക്? അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും റിപ്പീറ്റ് പോയി. അള്ളാഹുവിന്റെ നാമങ്ങൾ എന്താണ്? ബറക്കത്തുള്ള നാമമാണ്. അത് ഉച്ചരിച്ച് ദുആ ചെയ്താൽ ഇജാബത്താണ്. അതുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം, അതുകൊണ്ടാണ് ആയത്തുൽ കുർസിയൊക്കെ എപ്പോഴും ഓതണമെന്ന് പറയുന്നത്. ഭയങ്കര ശ്രേഷ്ഠതയാണ്. യാ ഹയ്യു യാ ഖയ്യൂം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഈസുൽ മുഫസ്സിരീനാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുകയാണ് യാ ഹയ്യു യാ ഖയ്യൂം ഇസ്മുൽ അഅ്ലമിൽപ്പെട്ട നാമമാണ്. അത് വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്താണ്, ഇജാബത്താണ്. ഇസ്മുൽ അഅ്ലം, മഹത്തമായ നാമം. മഹാന്മാരൊക്കെ ആ ദുആ എന്ത് ചോദിക്കുമ്പോൾ ഇന്നത് ചോദിച്ച് ഉത്തരം കിട്ടണമെന്ന് അവർക്കുണ്ടെങ്കിൽ അവരുടെ ദുആയിൽ ഇത് ചേർക്കുമെന്നാണ്. നിങ്ങൾ സൂഫിയാക്കളുടെ ദുആ ഒക്കെ ശ്രദ്ധിച്ചു നോക്കി, അവരിത് ചേർക്കുമെന്ത്? യാ ഹയ്യു യാ ഖയ്യൂം. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ ദുആന് ഇജാബത്ത് കിട്ടാൻ ഈ യാ ഹയ്യു യാ ഖയ്യൂം എന്തിലുണ്ട്? അസ്മാഉൽ ഹുസ്നയിലുണ്ട്. അത് ഓതിയിട്ട് ദ്വാരക്കാൻ പറഞ്ഞ അതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളൊക്കെ പരാതി പറയാറുണ്ട്, ദുആന് ഇജാബത്ത് കിട്ടുന്നില്ല ഉസ്താദേ, ഞാൻ എപ്പോഴും ദ്വാരക്കും, ഒരുപാട് ഖുർആൻ ഓതും, ഒരുപാട് സ്വലാത്ത് ഇല്ല, ഒരുപാട് നിസ്കരിക്കും. ഈ അസ്മാഉൽ ഹുസ്ന ഒന്ന് ചെല്ലി ഒരു 11 പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചെല്ലിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചൊന്ന് ദുആ ചെയ്ത് നോക്കി, ഉറപ്പാണ് ഇജാബത്ത്. അതൊക്കെ ഭയങ്കര ബലാണ്. അതാണിപ്പോ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം ലാ മറളാ ലാ മറളാ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവരും നിലനിൽക്കുന്നവനുമായ അല്ലാഹുവേ, ഇവർക്ക് രോഗം വേണ്ട അല്ലാ, നീ ശിഫപ്പെടുത്തണേ അല്ലാ. ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് തീരണ്ട താമസം പരിപൂർണമായി ശിഫയാണ്, ശിഫയാണ്. എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ടവർ ബറക്കത്തുള്ള വ്യക്തിയാണ്, ബറക്കത്തുള്ളതാകുന്ന പ്രവാചകന് ബറക്കത്തുള്ളതാകുന്ന നാമങ്ങൾ വെച്ച് ബറക്കത്തുടയവനാകുന്ന അല്ലാഹുവിലേക്ക് ദുആ ചെയ്തപ്പോ അല്ലാഹു അവരിൽ ബറക്കത്ത് നൽകി. ആണ് മനസ്സിലാക്കേണ്ടത്.
ബറക്കത്തുള്ള ഈസാ നബി അലൈഹിസ്സലാം ബറക്കത്തുള്ള യാ ഹയ്യു യാ ഖയ്യൂം എന്ന നാമം വെച്ച് ബറക്കത്തുടയവനാകുന്ന അള്ളാഹുവിലേക്ക് ദുആ ചെയ്തപ്പോൾ അള്ളാഹു ആ സമൂഹത്തിന് ബറക്കത്ത് നൽകി ശിഫാ കൊടുത്തു. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹുദൈബിയയിലേക്ക് എത്തിയപ്പോ പ്രവാചകരും സ്വഹാബത്തും വല്ലാതെ പ്രയാസപ്പെടുകയാണ്, വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്. 1500ഓളം വരുന്ന സ്വഹാബത്ത് മുത്തുനബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, നമ്മൾക്ക് കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, നമ്മളുടെ കാര്യങ്ങൾ നടത്താൻ ഒരൽപ്പം വെള്ളം പോലും ഇനിയില്ല റസൂലേ. വല്ലാതെ വിഷമം പറഞ്ഞതാകുന്ന പ്രവാചകരോട് അങ്ങ് സ്നാനം ചെയ്യാൻ പോലും ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോ ഉള്ള വെള്ളം കൊണ്ടുവരാൻ മുത്തുനബി പറയുകയും ഒരു തോൽപാത്രത്തിൽ ഒരൽപ്പം വെള്ളവുമായി ഒരു സഹാബി കടന്നു വരികയും ചെയ്യുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകരം വെക്കാനില്ലാത്ത മനുഷ്യനല്ലയോ? ലോകത്തുള്ള സർവരും സ്നേഹിക്കേണ്ടത് ആ പ്രവാചകരെയല്ലയോ? അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ്, പരിശുദ്ധ ഹുബൈ ഹളറായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചുറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടനെ തന്റെ വലത് കൈ ശറഫാക്കപ്പെട്ട വലത് കരം അതിലേക്ക് അങ്ങ് ഇടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ വിരലങ്ങോട്ട് ഇട്ടപ്പോൾ വലത് കൈയുടേതാകുന്ന മുസബ്ബിഹ വിരലിന്റെയും നടുവിരലിന്റെയും ഇടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പ്രവഹിക്കുകയാണ്, നദി പോലെ ഒഴുകുകയാണ്. അത്ഭുതം കൂറിക്കൊണ്ട് സഹാബത്ത് നിലകൊള്ളുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കണേ സ്വഹാബ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കുടിക്കണേ, ആവശ്യമുള്ളത് നിങ്ങൾ വെള്ളം ഉപയോഗിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വഹാബത്ത് പറയുകയാണ്, അത്ഭുതം കൂറി ഞങ്ങൾ നിലകൊണ്ടു, പ്രവാചകരുടേതാകുന്ന കൽപ്പന ശിരസാവഹിച്ചു, വെള്ളം ഞങ്ങൾ ആവോളം എടുത്തു, വേണ്ടവരൊക്കെ കുടിച്ചു, കുളിച്ചു, വേണ്ടുന്നതായ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോ പ്രവാചകന്റെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളമങ്ങ് നിലയ്ക്കുകയാണ്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളമായി ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. അന്ന് 1500 വരുന്ന സഹാബത്തിനത് കിട്ടിയെന്ന് അന്ന് ഒരുമിച്ച് കൂടിയ സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അതാണ്, ബറക്കത്തുള്ള കൈ സ്പർശിച്ച വെള്ളം. അല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലിന്റെ ഇടയിൽ നിന്ന് ഉത്ഭവിച്ച വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം. അത് ഇന്നുണ്ടോ ഉസ്താദെ? ഇന്നില്ല, ഒരാളുടെ കയ്യിലും ഇല്ല, ഒരാളുടെ കയ്യിലും അവശേഷിപ്പില്ല. അത് അന്നുള്ള സ്വഹാബത്തിന് 1500 വരുന്ന സ്വഹാബത്തിന് അത് കിട്ടി, അവരത് കുടിച്ചു, അവർ ഒളൂ ചെയ്തു, കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. മാഷാ അല്ലാഹ്, എത്ര വലിയ സന്തോഷം അവർക്ക് കിട്ടിയ നേട്ടം സാരമാണ്. നബിയുടെ ഇരു വിരലുകൾക്കിടയിൽ നിന്ന് പ്രവഹിച്ചത്. കാരണം ഈ മനുഷ്യൻ ആരാ? ഭയങ്കര വ്യക്തിയല്ലേ, റഹ്മത്തുൽ ആലമീനല്ലേ, ലോകർക്ക് മുഴുവനും കാരുണ്യല്ലേ, ബറക്കത്ത് മുറ്റിയ മനുഷ്യനല്ലേ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ബറക്കത്ത് പ്രവഹിച്ചു. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അതായി. പിന്നെ രണ്ടാമത്തെ ശ്രേഷ്ഠത, രണ്ടാമത്തെ ശ്രേഷ്ഠത ഏതിനാണ്? സംസം വെള്ളത്തിന്. അതെന്താ കാരണം? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകന്റെ പാദം പതിഞ്ഞ സ്ഥലത്ത് നിന്നാണ് എന്ത് വന്നത്? പറയിൻ, സംസം വെള്ളം വന്നത്. അപ്പൊ ബറക്കത്തുള്ള കാലാണോ അല്ലയോ? ബറക്കത്തുള്ള കാലം. നിങ്ങൾ ചിന്തിക്കാൻ, അങ്ങനെ ചിന്തിച്ചാൽ തീരാത്ത അല്ലാഹുവേ പറഞ്ഞാൽ തീരൂല. പിന്നെയും ചരിത്രം പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിൻ്റെതാകുന്ന ഒരു മഹത്വം കൂടി അവിടെയുണ്ട്. ചിറക് വന്നിങ്ങനെ വന്ന് തുരന്നു എന്നുണ്ട്, ചിറക് വന്ന് അടിച്ചു, അതിങ്ങനെ തുരന്നു. അപ്പൊ അതും ബറക്കത്താണ്, മലക്കാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സയ്യിദുൽ മലായികയാണ്, മലക്കുകൾ വെച്ച് ഏറ്റവും വലിയ ഉന്നത വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ. അദ്ദേഹത്തിന്റെ ചിറകിന്റെ സഹായം, അപ്പൊ ബറക്കത്താണ്. അതുകൊണ്ട് ആ വെള്ളം എന്തായി? ബറക്കത്തുള്ള വെള്ളമായി, നിലനിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം. ഏത് ലബോറട്ടറി കൊണ്ട് പരിശോധിച്ചാലും അതിനുള്ളതാകുന്ന കലോറി പോലെ ലോകത്ത് ഒരു വെള്ളവും എത്തിക്കൂല. എല്ലാവരും അത് സമ്മതിച്ചു. ഒരാൾക്ക് ഈമാൻ പുൽകാൻ ഇതിനേക്കാൾ വലുത് വേറൊന്നും വേണ്ട.
ലക്ഷക്കണക്കിന് ടൺ കണക്കിനാണ് വെള്ളം ഇങ്ങനെ പ്രവഹിച്ച് ലിറ്റർ കണക്കിന് കൊണ്ടുപോവാൻ, ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കാൻ തീരുന്നില്ല. പോയിട്ടില്ലേ? ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയവരില്ലേ? പോയവരെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ എത്ര പേരുണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. പോകാത്തവർക്കെല്ലാം അല്ലാഹു പുണ്യഭൂമിയിൽ എത്താൻ തൗഫീഖ് നൽകട്ടെ. ഉറക്കെ ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ റജബിന്റെ മഹാത്മ്യം കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജ് ചെയ്യാതെ ഉംറ നിർവഹിക്കാതെ ഞങ്ങളെ ആരെയും നീ മരിപ്പിക്കല്ല നാഥാ. നീ ഞങ്ങൾക്കതിന് മഹാസൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഒക്കെ പോയൊന്ന് കാണണ്ടേ സഹോദരങ്ങളെ, ആസ്വദിക്കണ്ടേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവും. ബറക്കത്തുള്ള വെള്ളം അതിങ്ങനെ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുക, ലിറ്റർ കണക്കിന് കുടിക്കൂല. ചിലർ 5 ലിറ്റർ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പോയി നോക്കിയാൽ അതിന്റെ പകുതി ഇപ്പോഴും ഉണ്ട്. 3-4 ലിറ്റർ ഇപ്പോഴും ബാക്കിയുണ്ട്. വാപ്പ മരിച്ച് ഇപ്പം മരിക്കുമെന്ന് കാണുമ്പോഴത്തേക്ക് കൊണ്ട് ചുണ്ടിലിങ്ങനെ കൊണ്ടുവന്ന് തുണിക്കകത്ത് പഞ്ഞിക്കകത്ത് മുക്കിയിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുക, ചുണ്ടിങ്ങനെ വെളുപ്പിച്ചു കൊടുക്കുക. എന്ത് കാര്യം? എന്നിട്ട് പറയാം ഉസ്താദെ കുടിക്കുന്നില്ല. വാപ്പാക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് 1 ഗ്ലാസ് പൂർത്തിയായി കൊടുത്തിരുന്നെങ്കിൽ പുള്ളി മരിക്കത്തില്ലായിരിക്കും, എഴുന്നേറ്റിരുന്നാൽ. അത് ചെയ്യൂല. ഇതാണ് ഇന്നത്തെ തലമുറ. ഞാൻ പറഞ്ഞത് ശരിയല്ല. ഈ അടുത്ത കാലത്ത് 1 ഗ്ലാസ് പൂർത്തിയായി കുടിച്ചവർ എത്ര പേരുണ്ട്? വളരെ കുറവാണ്. നമ്മുടെ വീട്ടിൽ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിലും കുടിക്കൂല. ഇപ്പൊ പരീക്ഷ വരികയാണ്, SSLC-യുടെ പരീക്ഷ വരികയാണ്. ആ സംസം വെള്ളം ഒന്ന് മക്കളുടെ കയ്യിലെടുത്തിട്ട് കിബിലയ്ക്ക് നേരെ അഭിമുഖമായിരുന്ന് തലമറച്ച് നല്ല നിയ്യത്തോടു കൂടി ഒന്ന് കുടിച്ചു നോക്കിയേ. പരീക്ഷയിൽ ഉന്നത വിജയം വേണം, ഓർമ്മശക്തി വേണം, ചിന്താശക്തി വേണം, പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കണം, നല്ലതുപോലെ പരീക്ഷ എഴുതാനുള്ള ഖുവ്വത്ത് വേണം. ഒന്ന് കുടിച്ചു നോക്കിയേ. മാഉ സംസം അല്ലി മാ ശുരിബ ലഹു. എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ട് കുടിച്ചോ സംസം വെള്ളം കൊണ്ട് ഹാസിനാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതൊക്കെ സാധനം വീട്ടിലിരിപ്പുണ്ട്, സ്പോട്ടിൽ ഇരിക്കുകയാണ് ഐറ്റം. പക്ഷെ ഇതെന്ത് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. അത് ശ്രദ്ധിക്കണം. അപ്പൊ എന്ത് ചെയ്തോ? പരീക്ഷയ്ക്ക് എഴുതുന്ന മക്കൾ, SSLC +2 ഒക്കെ പരീക്ഷ എഴുതുന്ന മക്കളൊക്കെ ഡെയിലി ചെറുതായിട്ടൊന്ന് കുടിച്ചോ. ചെറിയ മക്കളുണ്ട്, 1 സ്പൂൺ വീതം കൊടുക്കും. അത് വളരെ മഹത്താ. വെറുതെ കുടിച്ച് തീർക്കണ്ട, പക്ഷെ ആവശ്യത്തിന് ചെയ്യണം. പ്രായമുള്ള വാപ്പാവും ആഫിയത്തിന് വേണ്ടി, സിഹത്തിന് വേണ്ടി പ്രയാസമുണ്ട്, വലിയ വലിയ രോഗമുണ്ട് ഉമ്മമാർക്ക്, നിയ്യത്ത് വെച്ച് കുടിക്കൽ. കുടിച്ചതിന് ശേഷം വീണ്ടും ദുആ ചെയ്യാൻ, ഇജാബത്താൻ. സംസം വെള്ളം കുടിച്ചതിന് ശേഷം ദുആ ഇരുന്നാൽ ഇജാബത്താൻ. ഇപ്പൊ സമയമില്ല അതിൻ്റെയൊക്കെ മഹത്വം. അത് മാത്രം ഒരു വിഷയം വെച്ചാൽ അത് തന്നെ പറയേണ്ടി വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ രണ്ടാമത്തെ ശ്രേഷ്ഠത വെള്ളം സംസം വെള്ളമാണ്. 3 കൗസർ, ഹൗദുൽ കൗസർ 3-ാം സ്ഥാനമാണ് വെള്ളത്തിന്റെ വിഷയത്തിൽ. എന്താ 3-ാം സ്ഥാനമായത്? അത്രേ ഉള്ളോ? അപ്പൊ സ്വർഗത്തിലെ വെള്ളം 3-ാം സ്ഥാനമേ ഉള്ളോ? അങ്ങനെ ചിന്തിക്കണ്ട. 1-നും 2-നും മഹത്വം വരാൻ കാരണം, 1 മുത്തുനബിയുടെ വിരലിന്റെ ഇടയിൽ നിന്ന് പ്രവഹിച്ചു, ശരീരത്തിൽ നിന്ന് പ്രവഹിച്ചു. രണ്ടാമത്തത് പ്രവാചകൻ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് പ്രവഹിച്ചു, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, സംസം വെള്ളം. 3-ാമത്തത് ഇവരുടെ ശരീരത്തിൽ നിന്ന് സ്പർശിച്ചുണ്ടായതല്ല, അത് ഇവർക്ക് നൽകിയതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവരുമായിട്ട് ശരീരത്തിൽ മുട്ടിയിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു കൊടുത്തതാണ് ഹൗദുൽ കൗസറാർക്ക്, മുത്തുനബിക്ക്. അതുകൊണ്ട് സ്ഥാനത്തിന്റെ വിഷയത്തിൽ 3-ാം സ്ഥാനം. മറ്റത് തൊടലുകൊണ്ടുണ്ടായ ബറക്കത്താണ്. പക്ഷേ ടേസ്റ്റ് ഇതിനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഏതിന്? ഹൗദുൽ കൗസർ. അള്ളാഹു കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല അതിന് വേറെ ചില പ്രത്യേകതകളുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദാഹം ഉണ്ടാവൂല, വിശപ്പും ഉണ്ടാവൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അഹ്ലാ മിനൽ അസലി വഅബയദു മിനൽ ലബനി. ഹൗദുൽ കൗസർ നിസാരമായി കാണല്ലേ സ്വഹാബത്തെ, കാണല്ലേ. തേനിനേക്കാൾ മധുരമാണ്, മാധുര്യമാണ്. വഅബയദു മിനൽ ലബനി, പാലിനേക്കാൾ തെളിച്ചമാണ്, വെണ്മയാണ്. മൻ ശരിബ മിൻഹാ ലം യളമ ബഅദഹാ അബദാ. ആരൊരുവൻ അതിൽ നിന്ന് അല്പം കുടിച്ചിട്ടുണ്ടോ, ഒരു കവിളുത്തടം കുടിച്ചിട്ടുണ്ടോ, പിന്നീട് ഒരിക്കലും ദാഹം അവൻ ഉണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അത്ര മഹത്വമാണത്. പക്ഷേ ശ്രേഷ്ഠത നോക്കുകയാണെങ്കിൽ 3-ാം സ്ഥാനം. അയിമ്മത്തുകൾ രേഖപ്പെടുത്തിയതാണ്.
നാലാമത്തത്, ഇതൊക്കെ പഠിച്ചു വെച്ചോണം, വെള്ളങ്ങളിൽ നിന്ന് ശ്രേഷ്ഠമായ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ വെള്ളം ഇന്നില്ല. അത് മുത്തുനബിയുടെ മുഅ്ജിസത്ത് മുഖേന അവിടുത്തെ ശറഫാക്കപ്പെട്ട കരത്തിലൂടെ പുറത്തു വന്നത്. രണ്ടാമത്തത് സംസം വെള്ളം, മൂന്നാമത്തത് ഹൗദുൽ കൗസർ, നാലാമത്തത് ഫമിസ്റ നൈൽ, നൈൽ നദിയിലെ വെള്ളം. ശ്രേഷ്ഠത വിഷയത്തിൽ 4ാം സ്ഥാനം അതാണ്. എന്തുകൊണ്ട്? അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയെ കൊണ്ട് നടന്നത് ഏതാണ്? തഴുകി തലോടി നടന്ന വെള്ളം ഏതാണ്? നൈൽ നദി വെള്ളമാണ്. ബറക്കത്തായത്. സുമ്മ ബാഖിൽ അൻഹുറു, പിന്നെ ലോകത്തുള്ള എല്ലാ നദികളും ഒരേപോലെയാണ്. ബോവിക്കാനത്ത് കുഴിച്ചാലും ഒരേപോലെ, ഭാവിക്കരെ കുഴിച്ചാലും ഒരേപോലെ, തളങ്കരെ കുഴിച്ചാലും ഒരേപോലെ, എൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് കുമ്മനത്ത് കുഴിച്ചാലും ഒരേപോലെ. എല്ലാ വെള്ളവും പിന്നെ സമമാണ്. ചിലപ്പോൾ നിറവ്യത്യാസം ഉണ്ടാവും, ചൊവ്വയുണ്ടാകും, ഒക്കെ ഉണ്ടാകും, കലർപ്പുണ്ടാകും. പക്ഷെ എന്താണ്? ശ്രേഷ്ഠതയുടെ വിഷയത്തിലൊക്കെ ഒരേപോലെ എന്ന് അയിമ്മത്തുള്ള രേഖപ്പെടുത്തുക. അപ്പൊ ഈ പറഞ്ഞ 4 വെള്ളവും എല്ലാം പ്രവാചകന്മാരിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ് ബറക്കത്തുണ്ടായത്. മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ ബറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത്. എന്ത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. ഇത് നേടിയെടുക്കാനായി ദുആരെന്ന് പറയുന്നത്. ഇത് കിട്ടിയാൽ രക്ഷപ്പെട്ട്. ഈ ബറക്കത്ത് കിട്ടിയാൽ നേരത്തെ ഈസാ നബിയുടെ കാര്യം പറഞ്ഞ പോലെ തൊട്ടത് പൊന്നാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ആ ദുആയുടെ കാഠിന്യം മനസ്സിലായി. അപ്പൊ ചെയ്താൽ കിട്ടും, ഗുണമുണ്ടെന്ന് മനസ്സിലായി. മനസ്സിലാക്കാനാണ് ഇതൊക്കെ പറഞ്ഞത്. അള്ളാഹു ബറക്കത്തുടയവനാണ്, അവന്റെ പേരുകൾ ബറക്കത്തുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ദീനി ദഅവത്തിന് വേണ്ടി അയച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ബറക്കത്തുള്ളവരാണ്. അതുകൊണ്ടാണ് അവര് എവിടെ ഇറങ്ങാനും ദുആ ഇറക്കുന്നത്. എന്താ? അള്ളാഹു എന്നെ ബറക്കത്തുള്ള സ്ഥലത്ത് ഇറക്കണേന്ന് ദുആ ഇറങ്ങുന്നത്. ഖുർആൻ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകാ, റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകാ വഅൻത ഖൈറുൽ മുൻസിലീൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളെ ബറക്കത്തുള്ള സ്ഥലത്ത് നീ ഇറക്കണേ അല്ലാഹ്. ദീനി ദഅവത്തിന് വേണ്ടി ഞങ്ങളെ ഇറക്കുമ്പോ ഖൈറായ മഖാമിൽ ഇറക്കണേ അല്ലാഹ്. മനസ്സിലാക്കണം. നല്ല സ്ഥലത്ത് ഇറക്കണേ. ഒരാൾ യാത്ര പോയിട്ട് ഇറങ്ങാൻ നേരത്ത് ഈ ആയത്ത് ഓതണമെന്നാണ് അയിമ്മത്തുകൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവരുടെ ദുആ തന്നെ അതാ, അൻസിൽനി മുൻസലം മുബാറക്കൻ, ബറക്കത്താക്കപ്പെട്ട സ്ഥലത്തേക്ക് എന്നെ ഇറക്കണേ അല്ലാഹ്. അങ്ങനെ ദ്വാരക്കാൻ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രവാചകന്മാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് എന്ത്? എവിടെയാ? ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം. അതുകൊണ്ട് അല്ലാഹു എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറകനാ ഹൗലഹു. പവിത്രമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുണ്യമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ അല്പസമയത്തെ പ്രയാണം നടത്തിയതാകുന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. റജബ് 27-ാം രാവിൽ ഇസ്റാ മിഅ്റാജ് നടന്നില്ലേ? പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു ഇസ്റാ നടത്തിയില്ലേ? പ്രയാണം നടത്തിയില്ലേ? രാത്രി അല്പസമയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ പ്രവാചകനെ ഈ പ്രയാണം നടത്തിയില്ലയോ? ആ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് അല്ലാഹു പറയുകയാ, പലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ നിസാരമായി കാണല്ലേ. അല്ലദീ ബാറകനാ ഹൗലഹു. അതിന്റെ പരിസരം മുഴുവനും നാം ബറക്കത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു പറയാ, മഹാന്മാരുടെ മസാർ കൊണ്ട്, മഹാന്മാരുടെ പാദസ്പർശം കൊണ്ട് എല്ലാ അമ്പിയാക്കൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് തന്നു. റജബ് 27 എവിടെ? മസ്ജിദുൽ അഖ്സയിൽ. 2 റക്അത്ത് നബി തങ്ങൾ അവിടെ നിസ്കരിച്ചതിന് ശേഷമാണ് യാ അല്ലാഹ് സലാം പറഞ്ഞ ആകാശത്തേക്ക് കയറി. മിഅ്റാജ്, ഇസ്റാ മിഅ്റാജ് എന്നൊരു വിഷയം യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത് കേൾക്കണം നിങ്ങൾ. അപ്പം അത് പറയാൻ നമ്മയില്ല, യഥാർത്ഥത്തിൽ പറയേണ്ട വിഷയമാണ്. ഇപ്പം എന്തിനാ പറഞ്ഞത്? റജബിന്റെ ആദ്യത്തെ ദിവസം തന്നെ ഇത് പറഞ്ഞാലേ നിങ്ങൾ ഇനി ശരിക്കും ദ്വാരക്കുള്ളൂ. ഇത് നിസ്സാരമായിട്ട് കാണേണ്ടതല്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാണ്. മറ്റേത് ഇനി സമയമുണ്ട്.
അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ബറക്കത്ത് മുറ്റുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, അത് വെറുതെ തള്ളിക്കളയേണ്ട കാര്യമല്ല. അതിനുകൊണ്ടാണ് എന്തിനാ ഇവിടെ വന്നത്, ഞാൻ ആ ഉസ്താദിനെ കണ്ട് ബറക്കത്ത് എടുക്കാനാണ്, അല്ല ഇന്ന ആളെന്ന് കാണാനാണ്, ഇന്ന മസാറി വന്നതിനാ ബറക്കത്ത് എടുക്കാനാണ് പറയലില്ലേ. അത് നിസ്സാരമല്ല എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നമ്മൾ തമാശയാക്കരുത്, വലിയ ഗൗരവമുള്ള വിഷയമാണ്. ബറക്കത്തുള്ള വ്യക്തിയെ പോയി തൊടുക, ബറക്കത്താണ്. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു തആല അൻഹു ഉമൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഉസൈദ് എന്ന് പറയുന്ന എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി രാത്രിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇരുട്ടാണ്. ഇരുവരും സ്വഹാബി വര്യനാണ്. ഉമൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാതെ കൂരിരുട്ട് ബാധിച്ചപ്പോ ഞാൻ എന്റെ വലത് കൈ ഉയർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, പ്രകാശിക്കുകയാണ്. എന്റെ കൂട്ടുകാരനാകുന്ന ഉസൈദിന്റെ വീട്ടിൽ നിന്ന് ഞാനതാ പരിഭൂമിയിലൂടെ മദീനയിലോ തെരുവിലൂടെ എന്റെ വീട്ടിലേക്ക് ആ പ്രകാശത്താൽ നടക്കുകയാണ്. ആളുകൾ അത്ഭുതം കുറിക്കൊണ്ട് ചോദിക്കുകയാണ്, യാ ഉമൈർ കൈഫാ വകൈഫാ, എങ്ങനെയാണ് സാധിക്കുന്നത് ഉമൈറേ, നിന്റെ കൈ എങ്ങനെ പ്രകാശിക്കാനുള്ള കാരണമെന്താണ്? ഉമൈർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് പറയുകയാ, മാമസിസ്തു ബിയമീനി ബിദകരി മുൻദു അന്നി ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടത് കൈയിലേക്ക് എന്റെ ഈ വലത് കൈ ഞാൻ ചേർത്തതാണ്. ആ പ്രവാചകന്റെ കൈയിലേക്ക് എന്റെ കൈ ഞാൻ ചേർത്ത് വെച്ചതാണ്. ആ പ്രവാചകനെ കൊണ്ട് ഞാൻ ബൈഅത്ത് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ കൈക്ക് പിടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ ഞാൻ എന്റെ ഷഹാദത്ത് കലിമ പുതുക്കിക്കൊണ്ട് പറഞ്ഞു അത്രേ, നബിയേ തങ്ങളെ കൊണ്ട് ഞാനിതാ വിശ്വസിക്കുന്നു റസൂലേ, തങ്ങളെ തീർച്ചയായും ഞാൻ നിസ്കരിക്കും, ഞാൻ നോമ്പ് പിടിക്കും, തങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ കൈക്ക് പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തതിന് ശേഷം ഞാൻ എന്റെ ഈ വലത് കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ എന്റെ ലൈംഗിക അവയവത്തിൽ ഇന്ന് വരെ സ്പർശിച്ചിട്ടേ ഇല്ല. അന്ന് മുതൽക്ക് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുകയാണ്. കാരണം പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയല്ലയോ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന്റെ കൈ എന്റെ കയ്യിലേക്കൊന്ന് തട്ടിയപ്പോ ആ പ്രകാശത്തിൻ്റെതാകുന്ന അനുരണങ്ങൾ എന്റെ കയ്യിലേക്ക് കടന്നു വരുകയാണ്. മാമസിസ്തു ബിയമീനി ബിദകരി മുൻദു അന്നി ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി തങ്ങളെ ബൈഅത്ത് ചെയ്തതിന് ശേഷം എന്റെ ഈ വലത് കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ സ്പർശിക്കാതിരുന്നത് കൊണ്ട് ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചത് കാരണത്താൽ എന്റെ കൈ എങ്ങനെ പ്രകാശിക്കുമെന്ന് അദ്ദേഹം ലോകത്തോട് പറയുകയാണ്. എന്താ കാരണം? ഇത് തൊടേണ്ടവരെ തൊട്ടു, അപ്പൊ കൈ പ്രകാശിച്ചു. നമ്മൾ തൊടേണ്ടവരെ തൊട്ടിട്ട് കൈ ഇങ്ങനെ താഴെ വെച്ചോണ്ട് നടക്കുക, ഒരു പ്രകാശവും ഇല്ല, ഒന്നുമില്ല, ഉള്ളതും കൂടെ അണഞ്ഞ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അതാണ് ബറക്കത്ത് മുറ്റിയ ആളെ തൊട്ടു. ആരായി മനുഷ്യൻ? ആരായി വ്യക്തി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഐഷാ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഞാനിതാ നിലത്ത് വീണ സൂചി ഇങ്ങനെ തട്ടുകയാണ്. തയ്ച്ചുകൊണ്ടിരുന്ന സൂചി നിലത്തേക്ക് വീണു പോയിരിക്കുകയാണ്. ഫദഖല അലയ്യ റസൂലുള്ളാഹ്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ റൂമിനുള്ളിലേക്ക് കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശമാ. ആ പ്രവാചകൻ കടന്നു വന്നപ്പോ പ്രവാചകന്റെ ശരീരത്തിൽ നടിച്ചു വീശിയ പ്രകാശം നിമിത്തമായി നിലത്ത് കിടന്ന് സൂചി ഞാൻ കണ്ടെടുത്തു എന്ന് ആയിഷാ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. മുഴുവൻ പ്രകാശം. നമ്മളാണെങ്കിലോ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾ ഇതുപോലെ സൂചി തപ്പിക്കൊണ്ടിരിക്കുക. ആകെ പ്രകാശം വരുന്ന ഒരു വഴിയാണ് ഏത്? വാതിലുകൾ, ജനലുകൾ. നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ പറയും, എന്റെ പൊന്നെ ആചാര്യ ഇവിടെ തപ്പിമെടുത്തിട്ടിരിക്കുക, അത് കരണ്ടും ഇല്ല, ഒന്ന് മാറിയിക്കുക, ഫുള്ള് ഇരുട്ട്, ഊരാക്കൂരിരുട്ട്, നിങ്ങൾ വരണ്ടായിരുന്നു. പ്രകാശം വരുന്ന വഴിയാണ് ഏത്? വാതില്. ആ വാതിലൂടെ ആര് കടന്നു വന്നു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉള്ള പ്രകാശം അടയുവാണോ? എന്താ ഉണ്ടായത്? പ്രകാശം കൊണ്ട് ഞാൻ കണ്ടെടുത്തു. ശരിക്ക് തലവെടുത്ത് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
അതുകൊണ്ടാണ് ആ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുള്ള വ്യക്തിയുടെ കൈ ഒന്ന് തട്ടിയപ്പോ എൻ്റെ കൈ വല്ലാതെ പ്രകാശിക്കുന്നുണ്ട്. ഞാൻ ഇതൊന്ന് ശ്രദ്ധിച്ചു. എൻ്റെ ജനനേന്ദ്രിയത്തിലേക്ക് കൊണ്ടുപോകാതെ കഴുകേണ്ടൊക്കെ അവസ്ഥ വരുമ്പോൾ ഇടത്തെ കൈ ഉപയോഗിക്കുള്ളൂ, വലത്തെ കൈ ഞാൻ ഇന്ന് വരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല, ഒരു കാര്യത്തിനും കൊണ്ടുപോയിട്ടില്ല. നബിയെ ബൈഅത്തിന് ശേഷം, നബിയെ തൊട്ടതിന് ശേഷം. അതാ ഞാൻ പറഞ്ഞത്. എന്താ കാരണം? അമ്പിയാക്കൾ എന്താണ്? ബറക്കത്തുള്ളവരാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അമ്പിയാക്കൾ മാത്രമല്ല, അമ്പിയാക്കൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ളതാകുന്ന സ്വഹാബത്തും ബറക്കത്തുള്ളവരാണ്. സൂറത്ത് യാസീൻ പരിശോധിച്ച് നോക്കി. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ശിഷ്യന്മാരാകുന്ന ബുത്രുസ് മത്താ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് അതിൽ പറയുന്നത്. യാസീൻ എന്ന സൂറത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളാകുന്ന ബുത്രുസ് മത്താ റളിയല്ലാഹു അൻഹു, പത്രോസ് മത്തായി എന്ന് ക്രൈസ്തവർ വിളിക്കുന്നതായ ബുത്രുസ് മത്താ റളിയല്ലാഹു അൻഹു വലിയ മഹാന്മാരാണ്. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവും. ഈസാ നബിയുടെ ശിഷ്യന്മാരാണ്, അൻസ്വാരികളിൽപ്പെട്ട ആളുകൾ. അവര് വന്നുകൊണ്ട് ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്നതാകുന്ന അന്താക്കിയയിലുള്ളതാകുന്ന വലിയ പ്രായം ചെന്നതാകുന്ന മനുഷ്യൻ്റെതാകുന്ന മകൻ, 24 വയസ്സുള്ളതാകുന്ന മകൻ, തീരെ സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന കുട്ടിക്ക് ബുത്രുസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വലതു മുതൽ ഇടത് വരെ ഇങ്ങനെ കാല് വരെ ഇങ്ങനെ തടവി എന്നാണ് ചരിത്രം. ഒറ്റ തടകലോടുകൂടി തടന്നു നിൽക്കുന്ന കുട്ടി എഴുന്നേറ്റിരുന്നു, നടന്നു, വാപ്പ ഉമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. അവൻ ഓടാൻ തുടങ്ങി. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന മനുഷ്യൻ, ബഹുമാനപ്പെട്ടവർ പ്രായമുള്ള ആ വ്യക്തി ബുത്രുസ് മത്താ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. ഇതാണ് സൂറത്ത് യാസീനിലെ ചരിത്രം. ഇപ്പൊ അത് വിശദീകരിക്കുന്നില്ല, അതും യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കണം. അതിലേക്ക് പോയാൽ സമയം പോകും. യാസീനൊക്കെ ചുമ്മാ ഓന്നല്ലാതെ ഇന്ന് വരെ അതിന്റെ ചരിത്രം പഠിക്കാത്ത കൗമായി നമ്മൾ മാറി. അള്ളാഹു നമ്മളെ കാക്കുമാറാവും. ഖുർആനിലെ ചരിത്രം പഠിക്കണം. ഖുർആനിൽ 100% അഖ്ബാറുകളാണ്, നല്ല നല്ല ചരിത്രങ്ങളാണ്. 10% അഹ്കാമുള്ളൂ. നിസ്കരിക്ക്, നോമ്പ് പിടിക്ക്, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യ്, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ കൽപ്പന നിരോധന ക്രിയകൾ കൊണ്ട് അള്ളാഹു 10% ഹുക്കുമുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്, വിധികൾ. ബാക്കി 90% ഖുർആനിൽ എന്താണുള്ളത്? എന്താണ്? നല്ല ചരിത്രങ്ങളാണ്. ഖുർആനിൽ നല്ല ചരിത്രങ്ങളാണ്, പഠിക്കണം. അതിൽ യാസീനിൽ പറഞ്ഞ ചരിത്രമാണിത്. അവ തൊടലോടുകൂടി തടവലോടുകൂടി അള്ളാഹു ശിഫ കൊടുത്തു. ആരാണ് ഇവിടെ തടവിയത്? ഈസാ നബിയാണോ? നേരത്തെ പറഞ്ഞത് ഈസാ നബിക്ക് കഴിവുണ്ടെന്നാണ്. ഈസാ നബി അല്ല. യാസീനിൽ പറയുന്നു ഈസാ നബിയുടെ ശിഷ്യന്മാർ ബുത്രുസും മത്താ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും കൂടി ശിഫപ്പെടുത്തി. ഹബീബുൻ നജ്ജാറിന്റെ മകൻ. അങ്ങനെ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന വ്യക്തി അവരെ കൊണ്ട് വിശ്വസിച്ചു. റളിയല്ലാഹു അൻഹു ഉന്നതനായ വ്യക്തിയായി നാട്ടുകാരിലേക്ക് മൂവരും പ്രബോധനത്തിനിറങ്ങി. നാട്ടുകാർ ഹബീബുൻ നജ്ജാറിനെ ക്രൂശിച്ചു. അദ്ദേഹം മരണപ്പെട്ടു പോയ ചരിത്രമാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നത്. വലിയ വിലായത്തുള്ള വ്യക്തിയായി അല്ലാഹു മാറ്റി. ആരെ? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ഇവരോടൊപ്പം സഹവസിച്ച കാരണത്താൽ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പവർ കൂടിയവരോടൊപ്പം നടക്കുമ്പോൾ പവറിന്റെ എനർജി കൂടുകയാണ്. അതുകൊണ്ടാണ് നബിയെ കണ്ടവർക്ക് സ്വഹാബി എന്ന് വരാൻ കാരണം. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, ഭയങ്കര പവർ കൂടുകയാണ്. അതിനുശേഷമുള്ളവർക്ക് അതിനനുസരിച്ചേ ഉള്ളൂ താബിഈങ്ങൾ, അതിനുശേഷമുള്ളവർക്ക് അതിനനുസരിച്ചേ ഉള്ളൂ തബഉ താബിഈങ്ങൾ, അതിനുശേഷമുള്ളവർക്ക് അതിനുശേഷമേ ഉള്ളൂ അയിമ്മത്തുകൾ, അതിനുശേഷമുള്ളതാകുന്ന വിലായത്തിന്റെ മർത്തബയെത്തിയവർ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെ പരമ്പര പോരുക, കണ്ണിമുറിയാതെ. അത് നമ്മുടെ ഉസ്താദുമാരിലേക്ക് വന്നെത്തുക. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഉസ്താദുമാരെ, വലിയ വലിയ ആലിമീങ്ങളെയൊക്കെ കാണുമ്പോൾ അവരുടെ കൈക്ക് നമ്മൾ പിടിക്കാൻ പോകും, അല്ലെ? സമസ്തയുടെ വലിയ പണ്ഡിതന്മാർ, മഹാന്മാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ കൈക്ക് പിടിക്കും. സയ്യിദന്മാരെ കാണുമ്പോൾ കൈക്ക് പിടിക്കും. ചിലർക്ക് ഇങ്ങനെ ഒരു അലർജി ഉണ്ട്. അലർജി ഉള്ളവൻ അലർജി അടിച്ചിരുന്നു. മറ്റേത് കണക്ഷനാണ്. ഈ തൊടൽ ഇത് അദ്ദേഹം ആരെ തൊട്ടിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ഷേഖിനെ തൊട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിലേക്ക് എത്തുന്ന സനദായി. ആ സനദ് നേരെ ചെല്ലുന്നത് എവിടേക്കാണ്? ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. 44ാമത്തെ കണ്ണി എത്തിച്ചേരുക അവരിലേക്കാണ്. പഠിച്ചു വെക്കണം, ഇതൊരു സനദാണ്. അങ്ങനെ പ്രവാചകൻ തൊട്ട സ്വഹാബി, പ്രവാചകനെ തൊട്ട സ്വഹാബി, ആ സ്വഹാബിയെ തൊട്ട താബിഈങ്ങൾ, താബിഈങ്ങളെ തൊട്ടതാകുന്ന തബഉ താബിഈങ്ങൾ, അവരെ തൊട്ട ഇമ്മത്തുകൾ, അവരെ തൊട്ടതാകുന്ന ഔലിയാക്കൾ, അവരെ തൊട്ടതാകുന്ന നമ്മുടെ ഉസ്താദുമാർ, ഖതീബുമാർ, അവരുടെ കൈക്ക് നമ്മളൊന്നിങ്ങനെ അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതാണ് ബറക്കത്ത്. മനസ്സിലായില്ലേ? ഈ ബറക്കത്താണ് നമ്മൾ എടുക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനെ തൃണവൽഗണിച്ചും അവഗണിച്ചും ഒക്കെ ബിദ്അത്തിന്റെ ആളുകൾ എന്ത് ബറക്കത്ത് എന്ന് പറഞ്ഞ് മാറി നിൽക്കും. അവർക്ക് അവഗണനയാണ്. ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാവൂല, ഒരു ഐശ്വര്യം ഉണ്ടാവൂല, ഒരു സന്തോഷം ഉണ്ടാവൂല.
ബർക്കത്ത് നിസാരല്ല, ആയത്ത് ഇഷ്ടം പോലെ ഞാൻ നിർത്തുകയാണ്, സമയമില്ല. എത്ര ആയത്തുണ്ടോ ഓതാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതിൻ വദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൻ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും സന്മാർഗത്തിൻ്റെതാകുന്ന ദീപമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിന്റെ ഗേഹമായി ലോകത്ത് ആദ്യമായി പടച്ചിട്ടുള്ളതായ കഅബ. ആ കഅബയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ലല്ലദീ ബിബക്കത മുബാറകാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക എന്ന ബക്കയിൽ ആദ്യമായി പടച്ചിട്ടുള്ള വിശുദ്ധമാക്കപ്പെട്ടതായ ഗേഹം അല്ലാഹു ലോകർക്ക് മുഴുവനും ഹിദായത്തിന്റെ വെളിച്ചമായി സന്മാർഗത്തിന്റെ ഗേഹമായി പഠിപ്പിച്ചിട്ടുള്ള ഗേഹം അത് ബറക്കത്തുള്ളതായ ഗേഹമാണ്. ലല്ലദീ ബിബക്കത മുബാറകാ, അത് ബറക്കത്തുള്ള ഗേഹമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ബറക്കത്തുള്ള ഗേഹമാണത്. അതുകൊണ്ടാണത് ജനങ്ങൾക്ക് മുഴുവനും സന്മാർഗത്തിന്റെ ദീപം കൊടുക്കുന്നതായി മാറിയത്. സന്മാർഗ ലബ്ധി അവിടുന്ന് കിട്ടും. അതുകൊണ്ടല്ലേ ലോകത്തുള്ള എല്ലാവരും എങ്ങോട്ട് തിരിഞ്ഞാ നിസ്കരിക്കുന്നത്? ഇങ്ങോട്ട് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു. ഒരൊറ്റ വ്യക്തി പോലും ആ കഅബയിലേക്ക് തിരിഞ്ഞ് കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യാറില്ല. നമ്മുടെയൊക്കെ പള്ളികളിൽ പോയി നോക്ക്, നിങ്ങൾ മൂത്രപ്പരയൊക്കെ പരിശോധിച്ച് നോക്ക്. നമ്മുടെ വീടുകളിലും പണിയുമ്പോൾ അങ്ങനെ തന്നെ വേണം. എങ്ങോട്ടാ ദർശനം ഉണ്ടാകാൻ പാടില്ല. കഅബയിലേക്ക് മുമ്പിട്ടോ മുമ്പിട്ടോ ഇരുന്നിട്ട് കാര്യം സാധിക്കാൻ പാടില്ല. കഅബയിലേക്ക് തുപ്പാൻ പാടില്ല. മുൻഭാഗത്തെ കഅബയാണ് അവിടെ നിന്ന് അറിഞ്ഞാൽ അവിടെ തുപ്പാൻ പാടില്ല. എന്നല്ല വലത്തു പോലും തുപ്പരുത്. എവിടെ തുപ്പണം? ഇടതുഭാഗത്ത് വേണം തുപ്പാൻ. ചില ആൾക്കാരുണ്ട് പള്ളിയിൽ നല്ല ജനൽ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് തുപ്പിക്കളയും. അവിടെ തുപ്പരുത്, ജനൽ വഴി തുപ്പരുന്ന് എഴുതിയിട്ടുണ്ട്. ആചാര്യ അതിന്റെ തൂന്നുള്ള നമ്മങ്ങ് മായ്ച്ചു കളഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് തപ്പരുത് നായിക്കൊണ്ട് അതൊക്കെ തുപ്പിയേക്കും. അങ്ങനത്തെ ഹാജിയാക്കന്മാർ. ചിലര് മൂത്രപ്പര എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ തുപ്പരുതെന്ന്. അവിടെ പോയിരുന്നിട്ട് ഒരു കല്ല് വെച്ചിട്ട് ഈ തൂരിന്ന് ഇങ്ങനെ ഒരച്ചു അതങ്ങ് കളിക്കും. അവിടെ തപ്പരുതെന്നാക്കി. അവിടെ എന്തോ തപ്പാൻ? അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചിലർക്ക് അതൊക്കെ പരിപാടി. ബാത്റൂമിൽ കണ്ടിട്ടില്ല, ചില ടോയ്ലറ്റിലൊക്കെ ചെന്നാൽ ഫുൾ എഴുത്തും കുത്താണ്. ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ ഫുൾ എഴുത്ത്. ഹാജിയാറ കലാവിരുതൊക്കെ അവിടെയാണ് കാണിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അവിടെ ഫ്രണ്ട് കിബിലയ്ക്ക് നേരെ തുപ്പാൻ പാടില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, കേബിലെ കാല് നീട്ടിയിരിക്കാൻ പാടില്ല. കാരണം ഇത് ബറക്കത്തുള്ള ഗേഹാണ്. ശ്രദ്ധിക്കണം. പഠിക്കാനിരിക്കുമ്പോൾ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വേണോ? കിബിലയ്ക്ക് നേരെ അഭിമുഖമായിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ സുന്നത്തിൽപ്പെട്ടതാണ്. സംസം വെള്ളം കുടിക്കുമ്പോൾ കിബിലയ്ക്ക് അഭിമുഖമായിരുന്നു കുടിക്കുക. എത്ര കാര്യം ഇപ്പൊ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. കിബില എന്ന് പറഞ്ഞ നിസ്സാരമല്ല, വളരെ മഹത്തരം. എന്താ കാരണം? അല്ലാഹു പറഞ്ഞു ലല്ലദീ ബിബക്കത മുബാറകൻ, അത് ബറക്കത്തുള്ളതാകുന്ന കെട്ടിടാൻ. കാര്യമൊന്നുമില്ല, നോക്കുമ്പോൾ ഒന്നുമില്ല. ചെറിയതാകുന്ന സ്ക്വയർ ഫീറ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്ക്വയർ ആയിട്ട് ഇരിക്കുന്നതാകുന്ന ഒരു കെട്ടിടം കറുത്ത കല്ലുകൊണ്ട് പെടുത്തത് എന്താ ഇപ്പൊ ഇതിനൊന്നും ചിന്തിക്കും അല്ലേ? പക്ഷെ അള്ളാഹു ബറക്കത്തുണ്ടാക്കി, അള്ളാഹു ബറക്കത്താക്കി നൽകിപ്പോയി. അതുകൊണ്ട് ഇനി ശ്രദ്ധിച്ചേ പറ്റും. അതിനെയാണ് ജനങ്ങൾ കഅബ തവാഫ് ചെയ്യുന്നത്. ലോകത്ത് എവിടെയും വേറെ തവാഫില്ല, ചുറ്റലില്ല. അതിനെയാണ് ജനങ്ങൾ ഇങ്ങനെ വലയം ചെയ്യുന്നത്. കാരണം ഇത് ബറക്കത്തുള്ളതാണ്. അതിന്റെ മൂലയിലാണ് ഹജറുൽ അസ്വദ് വിധി ചെയ്യുന്നത്. ലോകത്താരും ഒരു കല്ലിനെയും ചുംബിക്കലില്ല. ഈ കല്ലിനെ പോയി ചുംബിക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരു കല്ലിനെയും പോയി ആരാധിക്കാനോ അതിന്റെ മുന്നിൽ തലകുമ്പിടാനോ വിശുദ്ധ ഇസ്ലാം പറയുന്നേ ഇല്ല. പക്ഷെ ഹജറുൽ അസ്വദ് പോയി ചുംബിക്കാൻ പറഞ്ഞു. നബി തങ്ങൾ ചുംബിച്ച് കാണിച്ചു കൊടുത്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരുമായി വിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വന്നപ്പോ ബഹുമാനപ്പെട്ടവർ ഹജറുൽ അസ്വദ് ചുംബിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്നി ലഅലമു അന്നക ഹജറുൻ ലാ തദുർ വലാ തൻഫഉ. നീ കേവലം ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം, ഒരു പ്രയോജനമോ ഉപദ്രവമോ ചെയ്യാത്ത കല്ലാണ്. പക്ഷേ വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ഹബീബ് നിന്നെ ചുംബിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഉമർ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. മറിച്ച് ഞാൻ ചുംബിച്ചത് എന്റെ ഹബീബ് ചുംബിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഒരു സാധാരണ കല്ലല്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു, റസൂലല്ലാഹ്, ഇത് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതായ കല്ലാണ്. ഇത് വെളുത്ത കല്ലായിരുന്നു. പാപം
മംഗലമാകുന്ന കരങ്ങളോടുകൂടി ജനങ്ങൾ കടന്നു വന്നതിനെ ചുംബിക്കുകയും തൊടുകയും ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കറുപ്പിച്ച് കളഞ്ഞു. സ്വഹാബ, ഇതിന് തൊട്ടുമുത്തിയാൽ ചുംബിച്ചാൽ അല്ലാഹുവിനെ മുസാഫഹത്ത് ചെയ്തതുപോലെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കല്ലിനെ കുറിച്ചായി പറയുന്നത്, ഇസ്ലാമിൽ കല്ലെന്ന് പറയുന്നത് കല്ല്, മുള്ള്, ഇതിനൊന്നും ആരാധിക്കാൻ പാടില്ല, അതിന്റെ മുന്നിൽ തല ഉന്തുമ്പോടാൻ പാടില്ല. പക്ഷെ ഇവിടെ പോയി ജനങ്ങൾ ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുക. എന്താ കാരണം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ ചെയ്തു, ബറക്കത്തുള്ള കല്ലാണെന്ന് പഠിപ്പിച്ചു. പിന്നെ നമ്മൾ ബറക്കത്തെടുക്കൽ തന്നെ. കാബയുടെ ഓരോ ഭാഗത്തും പോയി തൊട്ടുമുത്തും, അല്ലേ? ഓരോ ഭാഗത്തും പോയി പിടിച്ചു നിൽക്കും, ദുആ ചെയ്യും. കാരണം അത് ബറക്കത്തുണ്ടെന്ന് പഠിപ്പിച്ചു. വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റുക്കുനിൽ യമാനി പോയി തൊട്ടുമുത്തും. അവിടെ ചുംബനയില്ല, തൊട്ടുമുത്തും. ബറക്കത്തുണ്ടെന്ന് പഠിപ്പിച്ചു. ബറക്കത്തുള്ളത് കൊണ്ടാണ്. മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന വിശുദ്ധമായ കാബ പണിയാൻ വേണ്ടി നിലകൊണ്ടതായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ലിഫ്റ്റാക്കി നൽകിയതാകുന്ന കല്ല്, ആ കല്ലൊരു ചില്ലും കൂടാരത്തിൽ വെച്ചിട്ടുണ്ട് കാബയുടെ വാതിലിന്റെ പരിസരത്ത് തന്നെ. അതിന്റെ പിന്നിൽ പോയി നിസ്കരിക്കാൻ അള്ളാഹു പറഞ്ഞു. എന്താ കാരണം? ബറക്കത്തുള്ളതാണത്. കാരണം ബറക്കത്തുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന മുത്തുനബിയുടെ വല്യാപ്പ ഇസ്മായിൽ നബിയിലൂടെയാണ് മുത്തുനബിയുടെ പരമ്പര വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകർ അബുൽ അംബിയ എന്ന ചരിത്രം രേഖപ്പെടുത്തിയതാകുന്ന ബഹുമാനപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ കാല് പതിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ബറക്കത്തുള്ളതാണ്. അതിന്റെ പിന്നിൽ പോയി നിസ്കരിക്കും. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. വിശുദ്ധമായ കഅബ നിങ്ങൾ തവാഫ് ചെയ്തതിന് ശേഷം തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിങ്ങൾ നിസ്കരിക്കേണ്ടത് പവിത്രമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെ പിന്നിലാണ്. ആ വിശുദ്ധമാക്കപ്പെട്ടതായ മഖാം ഇബ്രാഹിമിനെ നിങ്ങൾ ഗൗനിക്കണേ. ബറക്കത്തുള്ളതാണെന്ന് അല്ലാഹുവിന്റെ കലാം. പറഞ്ഞുകൊണ്ടിരുന്ന നേരം വെളുക്കും. ആയത്തും ഹദീസൊക്കെ ഡസൻ കണക്കിന്. ആകാശസീമകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് വർഷിക്കുന്ന മഴയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. വനസ്സൽനാ മിനസ് സമാഇ മാഅം മുബാറകാ ഫഅംബത്നാ ഫീഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ് വന്നഖല ബാസിഖാത്തിൻ ലഹാ ത്വൽഉൻ نضيد رزقا للعباد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج. ആകാശസീമകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് വർഷിച്ചു നൽകുന്ന മനോഹരമായ മഴ, അതിനെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്. വനസ്സൽനാ മിനസ് സമാഇ മാഅ മുബാറകാ. മഴവെള്ളം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് ബറക്കത്തായിട്ടാണ്. ബറക്കത്തായിട്ടാണ്, ബറക്കത്തുള്ള വെള്ളമാണ്. അതുകൊണ്ടാണ് മഴ പെയ്യാതിരുന്ന് പിന്നീട് ആദ്യം മഴ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? മഴ കൊള്ളണമെന്ന് പറയുന്നത്. ചിലർ നേരെ തിരിച്ചാ ചെയ്യുന്നത്. മഴ പെയ്യുന്നു ഓടി അകത്തോട്ടോ, ഈ മഴ കൊള്ളല്ലേ, പുതുമഴ കൊള്ളണമെന്നാണ്. കാരണം എന്താ? ബറക്കത്തുള്ള മഴയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വെള്ളം ബറക്കത്താണ്. ഈ മഴ പെയ്യുന്ന വെള്ളം കൊണ്ട് പല ചികിത്സകൾ നടത്തുന്നവരുണ്ട്, അല്ലേ? ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് ചില കണികൾ, ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല റാഹത്തുള്ള വെള്ളമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ് വനസ്സൽനാ മിനസ് സമാഇ മാഅം മുബാറകാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒലിവ് മരത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിനെയും അല്ലാഹു പറയുന്നു ബറക്കത്തുള്ള മരമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء
ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. من شجرة مباركة زيتونة لا شرقية ولا غربية. ബറക്കത്തുള്ളതാകുന്ന ഒലിവ് മരമാണ്, ഒലിവ് മരമാണ്. ഇങ്ങനെ ആയത്ത് ഓതാൻ നിന്നാൽ നേരം വെളുക്കും, ഇഷ്ടം പോലെ പറയാൻ സാധിക്കും. എന്തിനാ ഞാൻ ഇതൊക്കെ ഓതി പറഞ്ഞത്? എന്തിനാ? ഇത്രയേറെ ബറക്കത്ത്. അല്ലാഹു ബറക്കത്തുടയവനാണ്. അവന്റെ നാമങ്ങൾ 99 നാമങ്ങൾ ബറക്കത്തുടയതാണ്. എല്ലാ അമ്പിയാക്കളും ബറക്കത്തുള്ളതാണ്. ഈസാ നബിയും മൂസാ നബിയും ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്മായിൽ നബിയും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ളവർ ബറക്കത്തുള്ളതാണ്. ഒക്കെ നമ്മളിവിടെ ചൂണ്ടി. ഇനി തീർന്നില്ല. ഈ പ്രവാചകന്മാർ മുഖേന കൈമാറുത്തുന്ന ഗ്രന്ഥങ്ങളും ബറക്കത്താണ്. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാക്കി എടുക്കാൻ ആ ഖുർആൻ മുറുകെ പിടിക്കണം. ഇതൊക്കെ ബറക്കത്താണ്. ഈ ബറക്കത്ത് നമ്മൾ നേടിയെടുക്കാൻ 2 കാര്യങ്ങൾ. ഒന്ന്, ഖുർആൻ ശരിക്ക് ഓതി ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥന മുറുകെ പിടിക്കണം. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് പരിശുദ്ധമായ കലാമാണ്, കലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകിയിരിക്കുന്നത് ബറക്കത്തുള്ളതായ ഗ്രന്ഥമായതുകൊണ്ടാണ്. ഈ ബറക്കത്തുള്ള ഗ്രന്ഥത്തെ നിങ്ങൾ പിൻപറ്റണേ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യണേ. ഖുർആൻ കയ്യിലുള്ളവൻ അവൻ കാറ്റലോഗാണെന്ന് മനസ്സിലാക്കണം, അവന്റെ വഴികാട്ടിയാണെന്ന് മനസ്സിലാക്കണം. തെറ്റിലേക്ക് പോകാതെ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം അവൻ ചിട്ടപ്പെടുത്തണം. അവൻ കള്ളു കുടിക്കാൻ പോകരുത്, അവൻ വ്യഭിചരിക്കാൻ പോകരുത്, അവന് സിനിമ കാണാൻ പോകരുത്, അവന് സീരിയൽ ദർശിക്കാൻ പോകരുത്, അശ്ലീലമായ തലത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോകരുത്. കാരണം എല്ലാം ഖുർആനെതിരെ പറഞ്ഞതാണ്. ഒരു നിലയ്ക്കുമുള്ള അശ്ലീലമായ പ്രവണത നീ നടത്തരുതേ. നിന്റെ കണ്ണ് നീ ശ്രദ്ധിക്കണേ, നിന്റെ കാത് നീ ശ്രദ്ധിക്കണേ, നിന്റെ കൈകാലുകളെ ശ്രദ്ധിക്കണേ, നിന്റെ ഹൃദയത്തെ നീ ശ്രദ്ധിക്കണേ. അല്ലാഹു അല്ലാതെ മറ്റൊരു മശ്ഗൂലൂക്കിലേക്കും ഒരു സൃഷ്ടിയിലേക്കും നീ തിരിയരുതേ, തിരിയരുതേ. അല്ലാഹു അല്ലാതെ മറ്റൊരു മനുഷ്യനെയും നീ ആരാധന കൊണ്ട് വർത്തിക്കരുതേ. നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവനാകണം, നോമ്പുകൾ നോറ്റ് വീട്ടുന്നവനാകണം, സകാത്തുകൾ കൊടുത്തു വീട്ടുന്നവനാകണം, വിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവനാകണം. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം നീ നിർവഹിക്കണം. എന്തുകൊണ്ടാണ്? വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ. നിങ്ങൾക്കിതാ നൽകപ്പെട്ടിരിക്കുന്നതായ ഗ്രന്ഥം അത് ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ നിലകൊണ്ടാൽ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തീർച്ചയായും കാരുണ്യം ചൊരിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലഅല്ലകും തുർഹമൂൻ. ഖുർആനിലല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിൽ ലഅല്ല വന്നാൽ ലിതറജി, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരുണ്യത്തിൽ. എന്നാൽ ഖുർആനിൽ വന്നാൽ താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് പറയുന്നു ലിതഹഖീഖി, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാരുണ്യം അല്ലാഹു ചൊരിയും എന്നാണ് മഅന. ഉറപ്പായി നിങ്ങൾക്ക് അല്ലാഹു കരുണ ചൊരിയും. എന്ത് വേണം? അല്ലാഹുവിനെ പേടിച്ച് ഭയഭക്തിയോടുകൂടി ഖുർആൻ പിൻപറ്റി നിങ്ങൾ ജീവിക്കാൻ തുനിഞ്ഞാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ നിങ്ങൾക്ക് കാരുണ്യം കിട്ടാൻ കാരണം? ഈ ഖുർആൻ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്.
ഈ ബറക്കത്താണ് സഹോദരങ്ങളെ നമ്മൾ ഈ ചോദിക്കുന്നത്. അത് മനസ്സിലാക്കി ഇനി നിസാരമായിട്ട് ദ്വാരക്കാതെ ഇനി ഒന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖല റജബ്, വിശുദ്ധമായ റജബ് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പരിശുദ്ധമായ റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ റബ്ബേ. ഏതാണ് ഈ ബറക്കത്ത്? നിന്റെ ദാത്തിലുള്ള ബറക്കത്താണ്. ഏതാണ് ഈ ബറക്കത്ത്? നിന്റെ സിഫാത്തിലുള്ള ബറക്കത്താണ്. നിന്റെ അസ്മാഉകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ബറക്കത്താണ്. നിന്റെ പ്രവാചകന്മാർക്ക് നീ നൽകിയിട്ടുള്ള ബറക്കത്താണ്. ആ പ്രവാചകന്മാരുടെ പ്രിയപ്പെട്ട അനുയായികളിൽ നൽകിയിട്ടുള്ള ബറക്കത്താണ്. വിശുദ്ധമായ കാബയ്ക്ക് നൽകിയിട്ടുള്ള ബറക്കത്താണ്. വിശുദ്ധ മഖാം ഇബ്രാഹിമിൽ നൽകിയിട്ടുള്ള ബറക്കത്താണ്. ആകാശസീമകളിൽ നിന്ന് ഭൂമിയിലേക്ക് വർഷിച്ചിട്ടുള്ളതാകുന്ന മഴയിലൂടെ നൽകിയിട്ടുള്ള ബറക്കത്താണ്. ഇങ്ങനെ ലോകത്ത് നീ വാരി വിതറിയതാകുന്ന സർവ്വ ബറക്കത്തുകളെയും സമ്മിശ്രമായി എനിക്ക് ഈ വിശുദ്ധമായ റജബിലും ശഅബാനിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ. ആ നിലക്ക് ഞങ്ങളിലേക്ക് റമളാൻ എത്തിക്കണേ അല്ലാഹ്. ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ റമളാൻ ഞങ്ങൾക്ക് സാധ്യമാക്കണേ അല്ലാഹ്.